വിദ്യാർത്ഥി കാലഘട്ടം മുതൽ അടുത്ത രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് അവസരം കൊടുക്കുന്നതിന് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ വിശിഷ്ടാതിഥിയെ കുറിച്ച് കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കെല്ലാവർക്കും അദ്ദേഹത്തെ സുപരിചിതനാണ്. മാത്രമല്ല കേരളത്തിലെ പൊതുസമൂഹത്തിലും സ്റ്റേജിലുള്ള വളരെ താഴെക്കെട്ടിൽ നിന്ന് MSFന്റെ ജില്ലാ ഭാരവാഹി എല്ലാവിധ ഭാവങ്ങളും നൽകുന്ന അദ്ദേഹത്തിന് വേണ്ടി പെരുമാറുന്നു. എല്ലാവിധ ആശംസകളും. അസ്സലാമു അലൈക്കും. അവരെ ചർച്ച നീട്ടിക്കൊണ്ടുപോയി ഇലക്ഷനിലെങ്കിലും 10 വോട്ട് കിട്ടണമെന്ന ഉദ്ദേശത്തോടുകൂടെ മാത്രം ചെയ്യുക. ഏതായാലും ഇവിടെ കൂടിയിട്ടുള്ള സുഹൃത്തുക്കളെ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് ഒരുപക്ഷേ ഒരാളായി എന്നെ ജനിപ്പിച്ച എന്റെ നാഥനോട് എനിക്കുള്ള ഉത്തരവാദിത്വമാണ് എന്റെ രാഷ്ട്രീയം എന്ന ബോധ്യം ഓരോരുത്തർക്കും ഉണ്ടായാൽ നാം ഒരിക്കലും നിരാശപ്പെടില്ല. അതില്ലാതെ പോകുമ്പോൾ നമ്മൾ നിരാശപ്പെടും. എങ്ങനെയൊക്കെ എത്തിയിട്ടുണ്ടോ ഞാനെന്ന് പറയുന്ന ഒരാള് നിങ്ങളിങ്ങനെ സ്നേഹിക്കുന്നു, ആദ്യമായി കാണുന്ന ഒരാൾ എന്ന പരിഗണനയ്ക്കപ്പുറത്ത് ഏത് കാലത്തോളം ഉണ്ടായ ഒരു ബന്ധം പോലെ സ്നേഹം കാണിക്കുകയെങ്കിൽ ഞാൻ എന്റെ ആശയങ്ങൾ പങ്കുവെക്കുന്നത് എപ്പോഴെങ്കിലും ഇങ്ങനെ തെറ്റിപ്പോകരുത് എന്ന ഒരു നിർബന്ധത്തിന് വേണ്ടിയാണ്. എപ്പോഴെങ്കിലും നമ്മളൊന്ന് നിരാശപ്പെട്ടാൽ, ഒരു പദവി ലഭിക്കാതെ പോയാൽ, ഒരു സ്ഥാനത്തേക്ക് പരിഗണിക്കാതെ പോയാൽ മനുഷ്യ സഹജമായ വൈകാരികതകളും ദുർബലതകളും നമ്മളെ കൊണ്ട് പലതും പറയിപ്പിച്ചിട്ടുണ്ട് പലരും. അങ്ങനെ പറയിപ്പിക്കാതിരിക്കാൻ ഞാൻ ചോദിച്ച് നടന്നിട്ടുണ്ട്, കഞ്ഞിവെള്ളം ചോദിച്ച് നടന്നിട്ടുണ്ട്. എന്റെ യത്തീം കുട്ടികൾക്ക് നിങ്ങൾ കഞ്ഞി തരണമെന്ന് പറഞ്ഞിട്ട്. തിരൂരങ്ങാടി യത്തീംഖാനയുടെ പിറകിൽ ഒരു അധ്വാനമുണ്ട്. MK ഹാജി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ അധ്വാനം. യത്തീം കുട്ടികൾ ഒരു സമുദായത്തിന് മുമ്പിൽ വലിയ തോതിൽ പ്രയാസമായപ്പോൾ അവർക്ക് യത്തീംഖാനകൾ ഉണ്ടാക്കാൻ ഒരു കാലത്ത് മുസ്ലിം ലീഗ് ശ്രമിക്കുകയാണ്. പള്ളികൾ അവരുടെ കേന്ദ്രങ്ങളായി രൂപപ്പെടാൻ അവരിലെ സമ്പന്നന്മാരോട് പള്ളികൾ ഉണ്ടാക്കാൻ പറയുകയാണ്. എന്താണ് സംഭാവന ചെയ്യുന്നത്? കൈതബലം തവറയാണ്. തനിക്ക് കിട്ടുന്ന MP എന്ന നിലയിലുള്ള തന്റെ പണം മുഴുവനും ഞാൻ എങ്ങോട്ട് കൊടുക്കാണ്? യുദ്ധഫണ്ടിലേക്ക് കൊടുക്കാണ്. പിന്നെയോ ഞാൻ എനിക്കുള്ള ഏക മകനെ ഞാൻ ഈ രാജ്യത്തിന് വേണ്ടി ഏൽപ്പിക്കുകയാണ്. മുസ്ലിം ലീഗിന്റെ നിലപാട് ആരംഭിക്കുന്നത് അവിടെ നിന്നാണ്. ഒരു രാഷ്ട്രത്തിൽ നിലനിൽക്കുമ്പോ ആ രാഷ്ട്രത്തിനെതിരെ ആര് യുദ്ധത്തിന് വന്നാലും ഞാൻ പിറന്ന നാടിന്റെ കൂടെ നിൽക്കുമെന്ന്